നമ്മൾ ഏകദേശം ഇപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പോൾ 800 ജാസ്തിയായിട്ടുണ്ട് രജിസ്ട്രേഷന്. അപ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ചൊരു 300 രജിസ്ട്രേഷനൊക്കെ ആയിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ 14 ജില്ലയിൽ നിന്ന് 800ഓളം രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, നീലഗിരി ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം രജിസ്ട്രേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ താൽക്കാലികമായിട്ട് രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ 6ാം മഹാസംഗമം ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്ന ആ സംഗമം നടക്കുന്നത്. അപ്പോൾ അതിനുബന്ധിച്ച് 800ഓളം രജിസ്ട്രേഷന് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലമായി രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പല ആളുകളെയും നമ്മൾ സമീപിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഇപ്പോഴും രജിസ്ട്രേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ വളരെ പറയുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ മകനൊന്ന് ഉൾപ്പെടുത്തി, ഞങ്ങളെ മകളൊന്ന് ഉൾപ്പെടുത്തി എന്നുള്ള വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവർ നമ്മൾക്ക് നൽകുന്നത്. പക്ഷേ പറ്റുന്നില്ല, നിങ്ങൾ വരണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ 5 സംഗമത്തിലൂടെ നിരവധി വളരെ പ്രതീക്ഷയോടാണ് അവർ വരുന്നത്. കാരണം എൻ്റെ മകൾക്ക് വിവാഹം ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ കഴിഞ്ഞ 5 സംഗമത്തിലൂടെ 247ഓളം വിവാഹങ്ങൾ കഴിഞ്ഞു. ഈ അടുത്ത മാസം 2-ാം തീയതി നമ്മുടെ തിരൂർ ഷെഫിയ ഓടിൽ നടന്ന ആ സംഗമത്തിലൂടെ വിവാഹം നടക്കാൻ പോവുകയാണ്. അങ്ങനെ വളരെ തണൽമരം ഫൗണ്ടേഷന് വളരെ പ്രതീക്ഷയോടെയാണ് പൊതുസമൂഹം കാണുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും കേരളത്തിന് പുറത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 800 കവിഞ്ഞു രജിസ്ട്രേഷൻ.